ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ആലപ്പുഴ അരൂർ ദേശീയപാതയിൽ ഗർഡർ സ്ഥാപിക്കുന്നതിൽ കരാർ കമ്പനിയുടെ അനാസ്ഥ തെളിയിക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന്. ഗർഡർ സ്ഥാപിക്കുമ്പോഴും റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നത് ദൃശ്യങ്ങളിലുണ്ട്. അപകടം നടന്ന എരമല്ലൂരിൽ നിന്നും ദിവസങ്ങൾക്ക് മുൻപ് നാട്ടുകാർ പകർത്തിയ ദൃശ്യങ്ങളാണിത്. മുബഷീറുണ്ട്. മുബഷീർ, അനാസ്ഥ അതിന്റെ നിർമ്മാണത്തിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ ഗർഡർ സ്ഥാപിക്കുമ്പോഴും അതിലൂടെ വാഹനങ്ങൾ പോകുന്നു. ഏറ്റവും അപകടാവസ്ഥയിൽ തന്നെയാണ് വാഹനങ്ങൾ അവിടെ പോകുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? ഈ ഒരു സംഭവത്തിന് പിന്നാലെ ഇതിൽ നിർമ്മാണം ഏറ്റെടുത്തുള്ള കരാർ കമ്പനിയായിട്ടുള്ള അശോക ബിൽകോൺ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ അധികൃതർ അത് വിശദീകരണം പറഞ്ഞിരുന്നത് ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല. ഇവിടെ ഈ ഗാർഡർ പോലെയുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കുന്ന സമയത്ത് വാഹനങ്ങൾ കടത്തിവിടാറുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താറുള്ളതെന്നായിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാറില്ല. 80 ടണ്ണിലധികം ഭാരം വരുന്ന ഗാർഡർ പോലെയുള്ള സംവിധാനം ഈ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഇവിടെ സ്ഥാപിക്കുന്ന സമയത്ത് വലിയ വാഹനങ്ങൾ, ബസ്സും ലോറിയും ജീപ്പും ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ഈ ഒരു മേഖലയിലൂടെ കടത്തിവിടാറുണ്ട്. വാഹനങ്ങൾ തടഞ്ഞു നിർത്താറില്ല. ഗതാഗതം മറ്റു മേഖലയിലൂടെ വിടാറില്ലെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ അപകടമുണ്ടായ മേഖലയിൽ നിന്നും തൊട്ടപ്പുറത്തെ മാഞ്ഞാലി ഭാഗത്തു നിന്നും ഇവിടെയുള്ള നാട്ടുകാരനായിട്ടുള്ള വ്യക്തി പകർത്തിയ ദൃശ്യങ്ങളാണിത്. ഇദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള വ്യക്തിയാണ് ആ ഒരു ദൃശ്യങ്ങൾ പകർത്തിയിരുന്നത്. ചേട്ടന്റെ സുഹൃത്താണ് ദൃശ്യങ്ങൾ എടുത്തിരുന്നത്. എന്നാണ് ദൃശ്യങ്ങൾ എടുത്തത്? അത് ഒരു സെപ്റ്റംബർ മാസത്തിലാണ് എടുത്തിരുന്നത്. നമ്മുടെ ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള റീച്ചിലാണ് എടുത്തത്. അവിടുന്ന് ഗാൻഡറി ക്രെയിൻ വെച്ചിട്ട് നമ്മുടെ ഗഡർ പൊക്കി വെച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ താഴ്ത്തൂടി വണ്ടി ഇങ്ങനെ പോയി വിട്ടോണ്ടിരിക്കുകയായിരുന്നു ഫുള്ളും. ഇവര് ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഈ റോഡിലേക്ക് ആവുമ്പോൾ മാത്രമായിരിക്കും ചിലപ്പോൾ തടയണത്. തടഞ്ഞിട്ട് ബാക്കി തടഞ്ഞിട്ടേക്കായിരിക്കും ചിലപ്പോൾ ഒരു 20 മിനിറ്റ്, അരമണിക്കൂർ, 1 മണിക്കൂറൊക്കെ ഇത്രയും വലിയ ഹൈവേയിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ കിലോമീറ്ററുകളോളം നീളത്തിൽ വരും. അതിന് ബദലായിട്ടൊരു റോഡ് ഉണ്ടാക്കാണ്ട് ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് മടുപ്പാവും. ആൾക്കാർ നേരത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, കരാർ കമ്പനിയുടെ ആള് പറഞ്ഞത് വണ്ടികളൊന്നും കടത്തിവിടാറില്ല, ഗർഡർ പൂർണ്ണമായി സ്ഥാപിച്ചതിന് ശേഷം വണ്ടികൾ കടത്തിവിടാറുണ്ട്. അങ്ങനെയല്ല, വണ്ടികളൊക്കെ സാധാരണ പോലെ പോകും. ഇവരവരുടെ പണിയെടുക്കും. പൊക്കുന്ന മാത്രം. അതായത് ഈ ഇവര് ബാരിക്കേഡ് വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിന്നാണ് മേളിലേക്ക് ഗാൻഡറി ക്രെയിൻ വെച്ച് പൊക്കണത്. ഈ ഗഡർ അതിന്റെ മേളിലെത്തിയിട്ട് പൊക്കത്തേക്ക് ആവുന്ന സമയത്ത് മാത്രം ചെറുതായിട്ട് ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലേ ഉള്ളൂ. ആ സമയത്ത് ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് അതിന് ബദലായിട്ടൊരു വഴിയൊന്നും ഒരുക്കി കൊടുക്കത്തില്ല. ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ആരും ഇടപെട്ട് ഒന്നും ചെയ്തു കൊടുക്കത്തില്ല. എല്ലാം നമ്മൾ തന്നെ, എന്തെങ്കിലും ആംബുലൻസ് വരുന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ തന്നെയാണ് വഴി വിട്ടു കൊടുക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ വെച്ച് തന്നെയാണ് നമ്മുടെ KSRTC ഇടിച്ചത്. KSRTC ഇവരുടെ അശോക കമ്പനിയുടെ ലോറിയിൽ വന്ന് ഇടിച്ചതും, കഴിഞ്ഞ ദിവസം ഒരു ആംബുലൻസിൽ ഒരു രോഗി മരിച്ച്, ഒരു ഡയാലിസിസ് ചെയ്യാൻ പോയ ഒരു ചേട്ടനെ വണ്ടിയിൽ നിന്ന് തന്നെ മരിച്ച ബ്ലോക്കിൽ കിടന്നുണ്ട്. സ്മൃതി നാട്ടുകാരനായിട്ടുള്ള വ്യക്തിയാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് തൊട്ടപ്പുറത്തൊരു കച്ചവടം നടന്ന വ്യക്തിയാണ് ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. ഇതുപോലെയുള്ള 80 ടണ്ണിലധികം തൂക്കം വരുന്ന ഗർഡർ പോലെയുള്ള സംവിധാനങ്ങൾ ഇതിനു മുകളിൽ സ്ഥാപിക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാറില്ലെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണെന്ന് പറയാതെ വയ്യ. ആ ഭാഗത്തുകൂടെ, താഴ്ഭാഗത്തുകൂടെ വാഹനങ്ങൾ കടന്നുപോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ബസ് ഉൾപ്പെടെ കടന്നുപോകുന്നുണ്ട്. ചെറിയ വാഹനങ്ങളാണെങ്കിൽ ഒരുപക്ഷെ അത് ആ വഴി തിരിച്ചുവിട്ടതുകൊണ്ടാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുമ്പോൾ ഒരു തരത്തിലുള്ള ഗതാഗത നിയന്ത്രണവും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയുള്ള നിർമ്മാണ പ്രവൃത്തി തന്നെയാണ് ഈ ഒരു ഗാർഡർ സ്ഥാപിക്കുന്നതിൽ ഉൾപ്പെടെ കരാർ കമ്പനിയുടെ ഭാഗത്ത് വന്നത് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ വളരെ കൃത്യമായി തെളിയിക്കുന്നത്. 3 വർഷമായി തുടരുന്ന ഈ നിർമ്മാണ പ്രവർത്തിക്കിടയിൽ 30-ലധികം അപകടങ്ങൾ ഇവിടെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ വലിയൊരു അനാസ്ഥ ഇതുമായി ബന്ധപ്പെട്ട കൺസൾട്ടിംഗ് കമ്പനിക്കും അതോടൊപ്പം തന്നെ കരാർ കമ്പനിക്കും സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് NHI ഇപ്പോൾ ഈ കരാർ കമ്പനിക്കെതിരെ നടപടിക്കൊരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നത്. പ്രൊജക്ട് മാനേജറോട് വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശനമായിട്ടുള്ള നടപടി എപ്പോൾ റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ റിപ്പോർട്ട് പ്രൊജക്ട് മാനേജറോട് സമർപ്പിക്കാനാണ് ഇതുമായി ബന്ധപ്പെട്ട് NHI ആവശ്യപ്പെട്ടിട്ടുള്ള വിശേഷം. ഇക്കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ഇത്രയധികം അപകടം സംഭവിച്ച ഒരു മേഖല, ഗർത്തങ്ങളിലൊക്കെ തന്നെ ഇരുചക്ര വാഹനത്തിൽ വരുന്ന ആളുകൾ അപകടത്തിൽപ്പെട്ട് മരണം ഉൾപ്പെടെ സംഭവിച്ചൊരു മേഖലയിൽ പതിവായി പരാതിയുണ്ടായിട്ടും എന്ത് നടപടിയാണ് സുരക്ഷയുടെ ഭാഗമായി ഇവർ സ്വീകരിച്ചതെന്ന ചോദ്യം സ്വാഭാവികമായിട്ട് NHI കരാർ കമ്പനിയോട് ചോദിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ 12.75 റീച്ച് എന്ന് പറയുന്ന ഈ ദൂരപരിധിയിൽ വരുന്ന ഇടങ്ങളിലൊക്കെ തന്നെ ഇത്രയധികം അപകടങ്ങൾ സംഭവിച്ചു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിരോധ നടപടി കരാർ കമ്പനി സ്വീകരിച്ചില്ലെന്നൊരു ചോദ്യം തന്നെയാണ് ഇവിടെ പ്രസക്തമായി ഉയരുന്നത്. അപ്പോൾ പ്രൊജക്ട് മാനേജറുടെ വിശദമായ റിപ്പോർട്ട് ലഭിക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയായിരിക്കും നടപടി എന്തെന്നുള്ള കാര്യത്തിൽ വ്യക്തത കൈവരും. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നിർമ്മാണ സമയത്ത് തന്നെ ഉണ്ടായിരുന്ന വീഴ്ചയുടെ ദൃശ്യങ്ങൾ. മുബഷീർ പി. അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.